അപ്പോൾ ഹായ്, ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് പോർച്ചുഗലിലെ ഫയൽ അപ്ലോഡ് വണ്ണപ്റ്റീസിലെ രണ്ടാമത്തെ ലാബ്, അതായത് വെബ് ഷെൽ അപ്ലോഡ് വിയ കണ്ടൻറ് ടൈപ്പ് റെസ്ട്രിക്ഷൻ ബൈപ്പാസ്. അതായത് ആദ്യം നമുക്ക് ഫയൽ അപ്ലോഡ് വണ്ണപ്റ്റീസ് എന്താ പറയുക, അതായത് ഫയൽ അപ്ലോഡ് വണ്ണപ്റ്റീസ് when a web server allow users to upload file to its file system without sufficiently validating thing like their name, type, content or size. അതായത് ഫയൽ അപ്ലോഡ് വണ്ണപ്റ്റീസ് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഒരു വെബ് സെർവർ ഒരു യൂസറിനെ അലോ ചെയ്യും എന്തിന്, ഒരു ഫയൽസ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് പ്രോപ്പർലി വാലിഡേറ്റ് ചെയ്യുക. അതായത് അതെന്താകാം, അതിൻ്റെ നെയിം ആവാം, അല്ലെങ്കിൽ ടൈപ്പ് ആവാം, അല്ലെങ്കിൽ കണ്ടൻറ് ആവാം, അല്ലെങ്കിൽ സൈസ് ആവാം. അപ്പോൾ ഇതൊന്നും പ്രോപ്പർലി വാലിഡേറ്റ് ചെയ്യാതെ ഒരു യൂസറിനെ അപ്ലോഡ് ചെയ്യാൻ അയക്കുമ്പോഴാണ് ഫയൽ അപ്ലോഡ് വണ്ണപ്റ്റീസ് വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് എവിടെയും വേണമെന്നുണ്ടെങ്കിൽ പറയാം. അതായത് നമുക്കൊരു ഫയൽ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്ന കേസാണ്. അതെന്താവാം, ഇമേജ് അപ്ലോഡ് ചെയ്യാൻ കൊടുത്താവാം, അല്ലെങ്കിൽ ഒരു ഫയൽ സബ്മിറ്റ് ചെയ്യണത് കേസിലാവാം, എവിടെയാവാം. നമുക്ക് ജസ്റ്റ് ഒന്ന് കരുതിയാൽ മതി. അതായത് ഏതൊരു സ്ഥലത്തും ഫയൽ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെയൊക്കെ എന്ത് ചെയ്യാം, ഒരു ഫയൽ അപ്ലോഡ് വണ്ണപ്റ്റീസുകളുടെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഓൾറെഡി നമുക്കറിയാം എന്താണ് ഈ ലാബ് വൾണറബിളാണെന്ന് അറിയാം. നമുക്ക് ഓൾറെഡി ഒരു ക്രെഡൻഷ്യൽസ് തന്നിട്ടുണ്ട്. എന്താണ്, വീനർ പീറ്റർ. പിന്നെ സോൾവ് ചെയ്യാൻ എന്ത് ചെയ്യണം, നമ്മൾ സക്സസ്ഫുൾ എന്ത് ചെയ്യണം, ഹോമിൽ കാർലോസിൽ സീക്രട്ട് എന്ന് പറഞ്ഞ ഫയൽ നമുക്ക് റീഡ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയാണ് എന്ത് ചെയ്യുക, നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ലാബ് ആക്സസ് ചെയ്യാം. പിന്നെ കണ്ടൻറ് ടൈപ്പ് വാലിഡേഷനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം പോർച്ചുഗൽ തന്നെ അവരുടെ സൊല്യൂഷൻസ് കൊടുക്കുന്നുണ്ട്. അതായത് തിയറിറ്റിക്കലിയുള്ള സൊല്യൂഷനും ഉണ്ട്, പിന്നെ എന്തുണ്ട്, കമ്മ്യൂണിറ്റി സൊല്യൂഷനും ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് നമ്മൾ ഓൾറെഡി ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ക്രിയേറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമ്മൾ വരന്നെ പറയുന്നുണ്ട് അവരോട്. അതായത് ഇതാണ് കമാൻഡ്. ജസ്റ്റ് എന്ത് ചെയ്യുക, ഇത് ജസ്റ്റ് കോപ്പി ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, ഒരു ഫയലിൽ ആഡ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ആ ഫയൽ സെലക്ട് ചെയ്യുക അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയാണ്. അതിന് വേണ്ടിയാണ് ഫസ്റ്റ് ഓഫ് ഓൾ എന്ത് ചെയ്യുക, ലോഗിൻ ചെയ്യുക, വീനർ ഇട്ട്. അപ്പോൾ എൻ്റർ അടിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇവിടെയാണ് നമുക്ക് ഫയൽ അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ആയിട്ടില്ല. അപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക, അപ്ലോഡ് കൊടുക്കുക. അപ്പോൾ കണ്ടോ, ഫയൽ ടൈപ്പ് ആപ്ലിക്കേഷൻ XPHP is not allowed, only image JPG and image PNG are allowed. there was an error uploading a file. അതായത് നമ്മൾ പ്രീവിയസ് ലാബ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് ചെയ്തു, നമുക്ക് ഈ ഒരു വാണിംഗേ വന്നില്ല. കാരണം എന്താ, അവിടെ പ്രോപ്പറായിട്ടുള്ളൊരു വാലിഡേഷൻ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇവിടെ ഒരു വാലിഡേഷൻ ഉണ്ട്. അതായത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആപ്ലിക്കേഷൻ XPHP is not allowed. അതായത് ഈ കണ്ടൻറ് ടൈപ്പ് എന്ത് ചെയ്യണില്ല, അലോ ചെയ്യില്ല. പക്ഷേ ഈ രണ്ട് കണ്ടൻറ് ടൈപ്പ് എന്ത് ചെയ്യുന്നുണ്ട്, അലോ ചെയ്യുന്നുണ്ട്. അതായത് ഇമേജ് ഓർ JPG അല്ലെങ്കിൽ ഇമേജ് ഓർ PNG, ഇത് രണ്ടും അലോ ചെയ്യുന്നതാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ആ റിക്വസ്റ്റ് ഒന്ന് ജസ്റ്റ് പോയിട്ട് നോക്കി നോക്കാം. നമുക്ക് എന്ത് ചെയ്യാം, ഇൻ്റർസെപ്റ്റ് ചെയ്ത് നോക്കാം. ജസ്റ്റ് ഒന്ന് ഇൻ്റർസെപ്റ്റ് ചെയ്യുക. അതിനെന്ത് ചെയ്യുക, പ്രോക്സി ഓൺ ആക്കണം, ബാക്ക് ടു മൈ അക്കൗണ്ട് പോവുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഒരു വട്ടം കൂടി ആ ഫയൽ സെലക്ട് ചെയ്യുക. അപ്പോൾ അതിന് മുമ്പ് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഇൻ്റർസെപ്റ്റർ ഓൺ ആക്കുക. ഇൻ്റർസെപ്റ്റർ ഓൺ ആക്കിയാണ്ട് എന്ത് ചെയ്യുക, ചൂസ് എ ഫയൽ കൊടുക്കുക, ഫയൽ .php സെലക്ട് ചെയ്യുക, ജസ്റ്റ് ഒന്ന് കൊടുക്കുക, അപ്ലോഡ് കൊടുക്കുക. അപ്പോൾ അപ്ലോഡ് കൊടുക്കുമ്പോൾ എന്തായി, ഇവിടെ ഈ റിക്വസ്റ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് റിക്വസ്റ്റ് ആയിരിക്കും നമുക്ക് വരാൻ ചാൻസ്, പോസ്റ്റ് റിക്വസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്, ഓക്കെ എന്താണ് കമാൻഡ്സ് ഒക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ കണ്ടൻറ് ടൈപ്പാണ് നമ്മോട് പറഞ്ഞിട്ടുള്ളത്. കണ്ടൻറ് ടൈപ്പ് എവിടെ, കണ്ടൻറ് ടൈപ്പ് നോക്കണം. കണ്ടോ, എവിടെ കണ്ടുള്ളത്, അപ്ലിക്കേഷൻ XPHP അലോ അല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ എന്താ പറഞ്ഞിട്ടുള്ളത്, ഇമേജ് ഓർ PNG അല്ലെങ്കിൽ ഇമേജ് ഓർ JPG ഒക്കെ അലോഡാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം, ഒന്നല്ലെങ്കിൽ അത് ജസ്റ്റ് എന്താണ് ഇവിടുന്ന് സൊല്യൂഷൻ തന്നെ കോപ്പി ചെയ്യുക, ഇമേജ് ഓർ JPG. അല്ലെങ്കിൽ നമുക്ക് അവിടെ ഓൾറെഡി കാണിച്ചിട്ടുണ്ടായിരുന്നു ഒരു വാണിംഗ് ആയിട്ട്. ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്താൽ മതി, ഇതിന് ജസ്റ്റ് റിപ്പീറ്ററൊക്കെ അയച്ചിങ്ങാണ്ട് ജസ്റ്റ് ഒന്ന് സെൻഡ് കൊടുക്കുമ്പോൾ അവിടെ നമുക്ക് വാണിംഗ് ആയിട്ട് കിട്ടും. ആണോ, ഇമേജ് ഓർ JPG ആണ് അലോഡ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം, ഇത് ജസ്റ്റ് കോപ്പി ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യുക, പ്രോക്സി പോയിട്ട് ഇവിടെ എന്ത് ചെയ്യുക, അത് റിമൂവ് ചെയ്ത് കൊടുക്കുക. റിമൂവ് ചെയ്തിട്ട് ജസ്റ്റ് എന്ത് ചെയ്യുക, അത് ആഡ് ചെയ്യുക. എന്ത് ചെയ്തു, ഇമേജ് ഓർ JPG. നമുക്കിതിൻ്റെ റെസ്പോൺസ് കാണാം. അതിന് വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക,
ഡു ഇൻ്റർസെപ്റ്റ് എന്നുണ്ടാവും. ഡു ഇൻ്റർസെപ്റ്റ് റെസ്പോൺസ് ടു ദിസ് റിക്വസ്റ്റ് കൊടുക്കുക. ജസ്റ്റ് എന്ത് ചെയ്യുക, ഫോർവേഡ് ചെയ്യുക. ഫോർവേഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഇവിടെ റെസ്പോൺസ് കിട്ടും 200. ഓക്കെ, നമ്മൾ സക്സസ്ഫുള്ളി എന്ത് ചെയ്തു, നമ്മളെ ഫയൽ സക്സസ്ഫുള്ളി നമ്മൾ അപ്ലോഡ് ചെയ്തു. നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യുക, ഇൻ്റർസെപ്റ്റിൻ്റെ ആവശ്യമില്ല, ഇൻ്റർസെപ്റ്റർ ഓഫ് ആക്കുക. നമുക്ക് ആ ഫയൽ ആക്സസ് ചെയ്യണം. ആക്സസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൽ കാര്യമില്ല. ഇപ്പോൾ കണ്ടത് ദ ഫയൽ avdas/file.php എന്തായിട്ടുണ്ട്, അപ്ലോഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഈ ഫയൽ ആക്സസ് ചെയ്യണം. അതിന് വേണ്ടിയാണ്ട് ജസ്റ്റ് ഓപ്പൺ ഇമേജ് ഇൻ ന്യൂ ടാബ് കൊടുക്കുക. അപ്പോൾ എന്തായി, സക്സസ്ഫുള്ളി ആ ഫയൽ അപ്ലോഡ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു, ആ കമാൻഡ് എക്സിക്യൂട്ട് ആയി. അപ്പോൾ എന്താണ് ആ കമാൻഡിലുണ്ടായിരുന്നത്, ഹോമിൽ കാർലോ സീക്രട്ട് എന്ന് പറഞ്ഞ ഫയൽ എന്ത് ചെയ്യണം, റീഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ ജസ്റ്റ് സക്സസ്ഫുള്ളി അത് റീഡ് ചെയ്തു. ഇത് ജസ്റ്റ് കോപ്പി ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, സബ്മിറ്റ് സൊല്യൂഷൻ കൊടുക്കുക, കൺട്രോൾ V. ഓക്കെ, അപ്പോൾ എന്തായി, ഈ ലാബ് നമ്മൾ സക്സസ്ഫുള്ളി എന്ത് ചെയ്തു, സോൾവ് ചെയ്തു. അപ്പോൾ ഇതിലെന്ത് ചെയ്യുന്നു, റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നു. കണ്ടൻറ് ടൈപ്പ് പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്തിരുന്നു. കണ്ടൻറ് ടൈപ്പിന് ഒരു വാലിഡേഷൻ ഉണ്ടായിരുന്നു, പക്ഷേ പ്രോപ്പർ വാലിഡേഷൻ ഉണ്ടായില്ല. നമ്മൾ എന്ത് ചെയ്തു, കണ്ടൻറ് ടൈപ്പ് PHP എന്നുള്ള ചേഞ്ച് ചെയ്തിട്ട് എന്ത് ചെയ്തു, നമ്മൾ image/png കൊടുത്തു. അപ്പോൾ നമ്മൾ വെബ് ആപ്ലിക്കേഷൻ സെർവറിൻ്റെ നമ്മളെന്താ പറഞ്ഞത്, ഇതൊരു ഇമേജ് PNG ഫയലാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, വെബ് ആപ്ലിക്കേഷൻസിൻ്റെ സെർവറിനെ നമ്മൾ ബൈപ്പാസ് ചെയ്തു. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രേ ഉള്ളൂ. ഇനി മൂന്നാമത്തെ ലാബ് അടുത്ത വീഡിയോയിൽ നമുക്ക് പറയാം.